സുഹൃത്തുക്കളെ, അസ്സലാം വലൈക്കും. മമ്പുറം ഉറൂസ് നടക്കുകയാണ്. എല്ലാവർക്കും ഉറൂസ് മുബാറക്ക്. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള മഹാനായ വലിയാണ്, സൂഫി വര്യനാണ്. കേരളത്തിന്റെ സെൻട്രൽ ഫോർവേഡ് ആയ സൂഫി വര്യനാണ് സൈദലവി മമ്പുറം തങ്ങൾ. നമുക്കറിയാം, മമ്പുറത്തേക്ക് ഇന്നായാലും മുന്നേ അവിടുന്ന് ഉണ്ടാകുമ്പോഴായാലും ഇഷ്ടം പോലെ ആളുകൾ പോകാറുണ്ട്. കേരളത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്നും മതജാതി വ്യത്യാസമില്ലാതെ ഇന്നും അന്നും മമ്പുറം തങ്ങളിലേക്ക് ആളുകൾ ഒഴുകുന്നുണ്ട്. നമുക്കറിയാം, മമ്പുറം തങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങിയ ആളാണ്, നാടിനു വേണ്ടി ഇറങ്ങിയ ആളാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മമ്പുറം തങ്ങളുടെ അടുത്തേക്ക് എന്തിനാണ് ആളുകൾ പോകുന്നത്? നമുക്കറിയാം, ഒരു വലിയ വഫാത്തായി കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യം എടുക്കാണ്ടെങ്കിൽ ഇവിടുത്തെ മതസംഘടനകളും മറ്റുമൊക്കെ മക്കാമ് അവർക്ക്, അതായത് സമാധി ഇടം അവർക്ക് നടത്താൻ വേണ്ടി അടിയാണ്. അത് എന്തിനാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ഇനി നമ്മൾ പരിശോധിക്കുന്നത്, അവിടേക്ക് എന്തിനാണ് ആളുകൾ പോകുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ ആയാലും ഒരു വലിയന്റെ അടുത്ത് സാധാരണക്കാർ പല ആവശ്യങ്ങൾക്കായി പോയിട്ടുണ്ട്. അതൊക്കെ തെറ്റാണെന്നല്ലേ നമ്മൾ പറയുന്നത്. എന്നാൽ പല ആവശ്യങ്ങൾക്കായി പോയിട്ടുണ്ട്. അവരുടെ കല്യാണം ശരിയാകാന്, രോഗം ശരിയാകാന്, ജോലി കിട്ടാൻ, ഇതിനൊക്കെ. ഇന്നും മമ്പുറത്തേക്കൊക്കെ വരുന്നവരിൽ വലിയ ഒരു ശതമാനവും ഇതിനാണ് വരുന്നത്. തീർച്ചയായിട്ടും അവിടുത്തെ മക്കാമിൽ ഒരു വലിയ വഫാത്തായാൽ അവിടുത്തെ മക്കാമിൽ അവിടുത്തെ നെഫ്സ് വർക്ക് ചെയ്യും. അവരുടേത് ശുദ്ധമായിട്ടുള്ള നെഫ്സ് ആയിരിക്കും. അത് പൈസ കൊടുത്തുകൊണ്ടിരിക്കും. എന്നാൽ ഇതിലൊക്കെ അപ്പുറം യഥാർത്ഥത്തിൽ ഒരു മഹത് വ്യക്തി വന്നിട്ടുള്ളത് ഇത് നൽകാനാണോ? കല്യാണക്കാരും ശരിയാക്കാനാണോ? ജോലി ശരിയാക്കാനാണോ? ഒരിക്കലും അല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തിനാണ് ഒരു മഹത് വ്യക്തി ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്? അള്ളാഹുവിലേക്കുള്ള യാത്ര മനുഷ്യർക്ക് എളുപ്പമാക്കാനാണ്. ആ നിധിയാണ്, അതാണ് അവർ നൽകുന്ന നിധി. അതാണ് തീർച്ചയായിട്ടും സത്യ അന്വേഷികൾ ദുനിയാവ് തേടി ആയിരിക്കില്ല ഒരു വലിയന്റെ അടുത്ത് പോകല്, ഒരു മക്കാമിലേക്ക് പോകല് ഒന്നും. മറിച്ച് ഈ നിധിയെ തേടിയായിരിക്കും അന്വേഷികൾ പോകല് എന്നാണ്. വളരെ ചെറിയൊരു ശതമാനം ഇന്നും അങ്ങനെയുള്ളവരുണ്ടാകും. അവരോടാണ് ഈ സംസാരം. സുഹൃത്തുക്കളെ, ഇന്ന് ആത്മീയ മേഖലയിൽ വരെ തട്ടിപ്പ് നടക്കുന്ന സമയമാണ്, കലികാലം. ആത്മീയ മേഖലയിൽ വരെ ആത്മീയത എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടക്കുകയാണ്. ഇത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? നമുക്കറിയാം, മമ്പുറം തങ്ങളൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങിയ ആളാണ്. ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടയേറ്റ് ആ പരക്കിലാണ് അവിടുന്ന് ഷഹീദാവുന്നത്. എന്നാൽ ഇന്ന് സൂഫികൾ എന്ന് പറയുന്നവർ വരെ വെറുതെ റൂമിയുടെ കോട്സൊക്കെ ഇട്ട് എല്ലാമായി, ഞങ്ങളുടെ ഉള്ളിലാണെല്ലാം, ഞങ്ങളെല്ലാമായി എന്ന് വെറുതെ നാവ് കൊണ്ട് പറയുകയാണ്. അവരുടെ സ്നേഹമൊക്കെ പുറമെയുള്ള അഭിനയത്തിൽ മാത്രമാണ്. അപ്പോൾ സൂഫി മേഖല, ആത്മീയതൊക്കെ അന്വേഷിക്കുന്നവര് ഇവരെ നിരീക്ഷിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ കാപട്യം പറയുകയാണ്. അവരുടെ നെഫ്സ് ശുദ്ധമായിട്ടില്ല, ശുദ്ധമാവുന്നിടത്ത് എത്തിയിട്ടില്ല. അവരുടെ കൽബിനെ പറ്റി, അവരുടെ ഉള്ളിൽ എന്താണ് ഉള്ളത്, കൽബുണ്ട്, സിറുണ്ട്, കഫിയുണ്ട്, ഇതൊന്നും അവർക്ക് അറിയുക പോലും ഇല്ല. എന്നിട്ടല്ല അത് ഉണർത്തുന്നിടത്തെ പറ്റി ചിന്തിക്കല്. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു അവസ്ഥയായിരിക്കുകയാണ് ആത്മീയ മേഖല എന്ന് പറയുന്നത് ഇടത്ത് തന്നെ. നമുക്കറിയാം, പലവരും പോയാൽ അൻഫാസിന്റെ ദിക്റാണ് കൊടുക്കൽ. അൻഫാസിന്റെ ദിക്റിന്റെ എല്ലാമാണെന്ന് പറയുകയാണ്. ഇതെന്തൊരു അസംബദ്ധമാണ്. അൻഫാസിന്റെ ദിക്ർ നെഫ്സ് ശുദ്ധമാകാനുള്ളതാണ്. എന്നാൽ ശ്വാസമാണ് എല്ലാം, അൻഫാസിന്റെ ദിക്ർ ആണ് എല്ലാം എന്നുള്ള അന്ധതയാണ് കലികാലത്ത് പലരും പഠിപ്പിച്ചു കൊടുക്കുന്നത്. നെഫ്സ് എന്താണെന്ന് പോലും ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നെഫ്സ് നമ്മുടെ ഭൗതികമായിട്ടുള്ള സംഭവം മാത്രമാണ്. അതിനപ്പുറമാണ് കൽബ്. കൽബിലാണ് യഥാർത്ഥ ആത്മീയത തുടങ്ങുന്നത്. കൽബ് ഭൗതിക ലോകത്തുള്ളതല്ല എന്നുള്ളതാണ്. കൽബ് എന്നൊക്കെയുള്ള പദം നമ്മൾ പ്രയോഗിക്കാറുണ്ടെങ്കിലും ഇതൊന്നുമില്ല. ഇനി മമ്പുറം തങ്ങളിലേക്ക് നമ്മൾ വരാം. മമ്പുറം തങ്ങൾ ഇടത്തേക്ക് നമ്മൾ പറഞ്ഞു, പലരും ഭൗതിക കാര്യങ്ങൾക്കും രാഷ്ട്രീയ കാര്യങ്ങൾക്കായിരിക്കും പലരും വന്നിട്ടുള്ളത്. ഉമറുൽ ഖാദിയെ പോലെയുള്ള അപൂർവം ആളുകളായിരിക്കും ആത്മീയത അന്വേഷിച്ച് മമ്പുറം തങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാകരുത്. മമ്പുറം തങ്ങൾ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പലതും നമുക്ക് മിസ്സായി പോയിട്ടുണ്ടാകും. പല സൂചനകൾ, ഇപ്പോഴും മായാത്ത ചില സൂചനകൾ ഉണ്ട്. അത് മാത്രമേ നമുക്ക് എടുക്കാം. മമ്പുറം തങ്ങൾ പക്ഷികളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കൂടുതൽ വിശദീകരിക്കുന്നില്ല. 4 പക്ഷികളുടെ ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പക്ഷി എവിടെയുള്ളതാണ്? ഓരോ പക്ഷിയും ശുദ്ധമാകണമെങ്കിൽ ഓരോ ലതായിഫും തുറക്കണം. കൽബ് തുറന്നാലാണ് പോയി ശുദ്ധമാകല്. അങ്ങനെ ഓരോ ലതായിഫിന്റെ മുകളിലാണ് ഓരോ പക്ഷി ഇരിക്കുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി മമ്പുറം തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ആരാണ് ഈ പക്ഷിയെ ശുദ്ധമാക്കല്? ലതായിഫ് ഉണർത്തുന്നവർ മഹാത്മാവാണ്. ഓരോ ലതായിഫും ഉണർന്നാലാണ് ഓരോ പക്ഷിയും പൂർണ്ണമായി ശുദ്ധമാകല്. നമുക്കറിയാം, കൽബ് ഉണർന്നാലാണ്, കൽബിലേക്ക് അള്ളാഹുവിന്റെ നൂറ് പ്രവേശിച്ചാലാണ് മുഅ്മിനാവുക എന്ന് ഖുർആനാണ്. അറാബികൾ നബിയോട് വന്ന് പറഞ്ഞു, ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന്. അപ്പൊ ഖുർആൻ പറഞ്ഞു അവരോട് പറയുക, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു എന്നാ പറഞ്ഞു. ഇങ്ങനെ മുഅ്മിനാകണമെങ്കിൽ കൽബിലേക്ക് നൂറ് പ്രവേശിക്കണം, കൽബിലേക്ക് ദിക്ർ പ്രവേശിക്കണം, കൽബ് ഹയാത്താകണം എന്നുള്ളത് ആ ആയത്തിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഇവിടുത്തെ സൂഫികൾ എന്ന് പറയുന്നവരും മറ്റുള്ളവരൊക്കെ എല്ലാമായി വെറുതെ പറയുകയാണ്. അവർ മുഅ്മിൻ പോലും ആയിട്ടില്ല. മുഅ്മിനാകുന്ന ഈ പ്രോസസ്സ്, കൽബുണർത്തുന്ന, റൂഹുണർത്തുന്ന, ലതായിഫുകൾ ഉണർത്തുന്ന ഈ പ്രോസസ്സ്, അപ്പോഴാണ് പക്ഷികൾ ശുദ്ധമാവുന്നത്. ഓരോ ലതായിഫ് വരുമ്പോൾ ഈ പ്രോസസ്സാണ് അമ്പിയാക്കളും ഔലിയാക്കളൊക്കെ വളരെ റയറായിട്ട് ചെയ്തു കൊടുത്ത പ്രോസസ്സാണിത്.
കൽബിനെ ഉണർത്തുന്ന ദിക്ർ കൊടുക്കൽ തന്നെ ഉന്നതമായിട്ടുള്ള ഔലിയാക്കളും പ്രവാചകന്മാരും വരെ വളരെ റയറായിട്ടുള്ള ആയിട്ടാണ് ചെയ്തു കൊടുത്തത്. നമുക്കറിയാം അവസാന കാലത്തെ പറ്റി പലതും സംസാരിച്ച ആളാണ് വമ്പ്രന്തങ്ങൾ. അതൊക്കെ പൂർണ്ണമായിട്ട് സംസാരിച്ചതൊക്കെ ഇന്ന് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അവസാന കാലത്ത് എന്താകും, എല്ലാവരും എല്ലാ അമ്പിയാക്കളും എല്ലാ ഉന്നത ഔലിയാക്കളും കാത്തിരുന്ന മഹാദാത്ത് വന്നുകൊണ്ടാണ് ഈ പക്ഷിയെ ശുദ്ധമാക്കൽ, ഈ ലതായിഫിനെയൊക്കെ ഉണർത്തൽ. തീർച്ചയായിട്ടും അവിടുന്ന് വന്നിരിക്കുന്നു ഇമാമി മുബീൻ, ഇമാം മഹദി, സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി വന്നിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ആത്മ അന്വേഷികളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ അന്വേഷികളാണെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചു നോക്കാം. അവിടുത്തെ ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾ ആകർഷിക്കും. ദീൻ ഇലാഹി എന്ന അവിടുത്തെ വിശുദ്ധ ഗ്രന്ഥമുണ്ട്, അതിലെല്ലാം വിശദീകരിക്കുകയാണ്. അമ്പിയാക്കളും ഔലിയാക്കളൊക്കെ സൂചന പറഞ്ഞത്. കാരണം ഇമാം മഹദി, ഇമാമി മുബീൻ എല്ലാവരുടെയും നേതാവാണ്, എല്ലാവരുടെയും നാഥനാണ്, എല്ലാവരും കാത്തിരുന്ന നാഥനാണ്. അപ്പൊ അവിടുന്ന് സമഗ്രമായിട്ട് ഇതാണ് വഴി എന്ന് വിവരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെ പ്രാക്ടിക്കൽ ആക്കുകയും ചെയ്യും. നിങ്ങളോട് പലരും പലതും പറയും, ഓൺലൈനിലാണോ ഇതൊക്കെ വരില്ല? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവിടുത്തെ പ്രചാരണം നടന്നിട്ടില്ലേ? ഇന്നത്തെ പ്രചാരണം എങ്ങനെയാ നടക്കല്? ഇന്നത്തെ രീതിയിലാണ്. അപ്പൊ ഒരു യഥാർത്ഥ മഹാത്മാവ് എന്ത് ചെയ്യും? ഇമാം മഹദി എന്ത് ചെയ്യും? ഈ നിധി ഉന്നത ഔലിയാക്കളും അമ്പിയാക്കളും കൈമാറിയ ഈ നിധി വിപ്ലവമാക്കും. അവരൊന്നും കൈമാറാത്ത രീതിയിൽ ഈ നിധിയുമായാണ് അവിടുന്ന് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വമ്പ്രതങ്ങൾ പോലെയുള്ള ഔലിയാക്കളുടെ അടുത്തൊക്കെ ജാതി മതദേശമില്ലാതെ ആളുകൾ വന്നു. അതേപോലെ ഇമാം മഹദി ഈ നിധി മുഴുവനായ ആരും വിതരണം ചെയ്യാത്ത രൂപത്തിൽ വിതരണം ചെയ്യാനാണ് വരുന്നത്. ആർക്ക് വിതരണം ചെയ്യും? എല്ലാ മനുഷ്യർക്കും വിതരണം ചെയ്യും. അവിടുത്തേക്ക് എല്ലാ മനുഷ്യരും വരും, എല്ലാ മനുഷ്യർക്കും ഇത് വിതരണം ചെയ്യുന്നു. അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ഇവിടുത്തെ മതസംഘടനയൊക്കെ വിറളി പിടിക്കുകയാണ്. അവരുടെ ഉള്ളിൽ മതവിദ്വേഷമാണുള്ളത്. നിങ്ങൾ സത്യാന്വേഷികളാണെങ്കിൽ തീർച്ചയായിട്ടും ചിന്തിച്ചു നോക്കുക. ദീൻ ഇലാഹി എന്ന അവിടുത്തെ ഗ്രന്ഥം ഫ്രീ ആയിട്ട് നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ അൾട്രാ ടിവിയിൽ അവിടുത്തെ നിധി സയ്യിദ് യൂനിസ് അൽ ഗോഹർ ആത്മീയത സമഗ്രമായി വിവരിച്ച് അതിനപ്പുറമുള്ളതും പറഞ്ഞുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആന്തരികമായിട്ടുള്ള ഉന്നതമായ വർക്ക് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അൾട്രാ ടിവിയിൽ നിങ്ങൾക്ക് അവിടുത്തെ കേട്ടു നോക്കാം. ഇന്ത്യൻ സമയം 3 മണിക്ക് അവിടുന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാ മിഷനിൽ ഡോക്ടർ അൻവർ കേഹത്ത് ഈ ദിവ്യ സന്ദേശത്തെ, ഇമാം മഹദിയുടെ സയ്യിദ് യൂനിസ് അൽ ഗോഹറിന്റെ ഈ ദിവ്യ സന്ദേശത്തെ കേരളത്തിന് മുന്നിൽ അൾട്രാ മിഷൻ എന്ന ചാനലിൽ അവിടുത്തെ ആത്മീയതയുടെ ആത്മീയത സമഗ്രമായി പഠിപ്പിക്കലാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ ബേസിക് തന്നെ. ആ ബേസിക് സമഗ്രമായി അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അൾട്രാ മിഷൻ നിങ്ങൾക്ക് പടിയായി കേട്ടാൽ മനസ്സിലാവും. ധാരാളം പേര് ഇന്ന് കേട്ടു നോക്കുന്നുണ്ട്. ഇതിന്റെ നാമദീക്ഷ ദിക്ർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. വീട്ടിലിരുന്ന് തന്നെ സ്വീകരിക്കാവുന്നതാണ്. ചൊല്ലിത്തരുന്നവർ ഷെയ്ഖുമാരോ ഖലീഫമാരോ ആയിരിക്കില്ല, ഏൽപ്പിക്കപ്പെട്ടവർ മാത്രമായിരിക്കും. ചൊല്ലാൻ ഏൽപ്പിക്കപ്പെട്ടവർ മാത്രമായിരിക്കും. നിങ്ങളുടെ മഹാഗുരു, നിങ്ങളുടെ മഹാനാഥൻ സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി ആയിരിക്കും. നിങ്ങളുടെ നാഥൻ, നിങ്ങളെ നയിക്കുന്ന നായകൻ സയ്യിദ് യൂനിസ് അൽ ഗോഹർ ആയിരിക്കും. സുഹൃത്തുക്കളെ, കേരളത്തിന്റെ മാമല നാട്ടിലും റിയാസിന്റെ പതാക ഉയർന്നിരിക്കുന്നു, ഇമാം മഹദിയുടെ പതാക ഉയർന്നിരിക്കുന്നു, ഇമാമി മുബീന്റെ പതാക ഉയർന്നിരിക്കുന്നു. തീർച്ചയായിട്ടും മമ്പറത്തും ഉയർന്നിരിക്കുന്നു. മമ്പറത്തൊക്കെ പാതിരാവിലെ ഇരിക്കുന്ന അന്വേഷികളിൽ പലരും ഇതിലേക്ക് വന്നിരിക്കുന്നു. ഇനിയും തീർച്ചയായിട്ടും അവിടെയൊക്കെ ഇമാം മഹദി സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയിലേക്ക്, സയ്യിദ് യൂനിസ് അൽ ഗോഹറിലേക്ക് അണയാനുള്ളവർ തീർച്ചയായിട്ടും ഉണ്ടാവും. സുഹൃത്തുക്കളെ, സത്യം വന്നിരിക്കുന്നു. അസത്യങ്ങളും കാപട്യവും കച്ചവടവും ആത്മീയതയുടെ പേരിലുള്ള കച്ചവടവും വിജ്ഞാനത്തിന്റെ പേരിൽ നിങ്ങൾ പലവരിടത്തും ഇരുന്നിട്ട് കുറേ എന്താ പറയാ തൊള്ളപ്പൂട്ട് വായു കൊണ്ടുള്ള ഇതൊക്കെ പറഞ്ഞു തന്ന് അവസാനം കുറെ കാലം ഇരുന്ന് എന്തെങ്കിലും ഒരു തുരുമ്പൊക്കെ പറഞ്ഞ് വലിയ ഇൽമാട്ടാ പാപ്പ എനിക്ക് വലിയ ഇൽമ പറഞ്ഞു തന്നു. ഇതൊക്കെ അവസാനിച്ചു. ഇവിടെ ഇൽമിനെ, യഥാർത്ഥ ആത്മീയതയെ സമഗ്രമായിട്ട് പഠിപ്പിച്ചു ഒക്കെ പരസ്യമാക്കി. രഹസ്യങ്ങൾ പരസ്യമാകുന്ന കാലമായി. ഒരു മഹാസിദ്ധൻ പറഞ്ഞതുപോലെ, നാരായണൻ മറച്ചു വെച്ചതെല്ലാം വെളിവാകാൻ സമയമായല്ലോ, ആത്മീയതക്കപ്പുറമുള്ളതും വെളിവാകുന്ന കാലമായി, മഹാനിധി സർക്കാർ റിയാസിൻ കാലമായി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളും പഠിച്ചു നോക്കുക. ഏവർക്കും ഒരിക്കൽ കൂടി മമ്പുറം ഉറൂസ് മുബാറക്. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാര്യം കൂടി പറയുകയാണ്. സർക്കാർ റിയാസിന്റെ ആത്മാക്കൾ അവിടത്തിൽ അണയുന്ന ആഘോഷം നടക്കുകയാണ്. ഇപ്പോൾ ഭൂമിയിൽ ഇറങ്ങി വന്ന അവിടുത്തെ ആത്മാക്കൾ അവിടത്തേക്ക് എത്തുന്ന, തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നവരിലും അവിടുത്തെ ആത്മാക്കൾ ഉണ്ടാകും. ലക്ഷക്കണക്കിന് ജാതി മത ദേശ വ്യത്യാസമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ, ആത്മാവിൽ അവിടുത്തെ നാമം, അവിടുത്തെ ചിത്രമുണ്ട്. അതാണല്ലോ ഏറ്റവും വലുത്. എന്നാൽ തീർച്ചയായിട്ടും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അഴാത്തുകൾ കാണിക്കുമെന്ന്, അടയാളങ്ങൾ കാണിക്കുമെന്ന്, ചക്രവാളത്തിൽ അടയാളങ്ങൾ കാണിക്കുമെന്ന്. ഇമാം ജാഫർ ബിൻ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇമാം മഹദിയുടെ ചിത്രം ചന്ദ്രനിൽ ഉണ്ടാകുമെന്ന്. തീർച്ചയായിട്ടും ചന്ദ്രനിൽ ഇമാം മഹദിയുടെ ചിത്രമുണ്ട്. സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ ചിത്രം കണ്ണുകൊണ്ട് നോക്കാവുന്ന രൂപത്തിൽ ചന്ദ്രനിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എവിടെയാണ് അതിന്റെ പൊസിഷൻ എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് കാണുന്നതാണ്. ആര് നോക്കിയാലും അല്ലെങ്കിലും തീർച്ചയായിട്ടും കാണുന്നതാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരല്ലാത്ത
ഇവർ നോക്കിയാൽ തീർച്ചയായിട്ടും കാണുന്നതാണ്. ദൃഷ്ടാന്തങ്ങൾ കാണുന്നവർക്ക് കാണുന്നതാണ്. സുഹൃത്തുക്കളെ, ആരാണ് ജാഫർ ഇബ്നു സാദിഖ് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മമ്പറത്ത് പോയാൽ മമ്പറന്തങ്ങളുടെ വീട്ടിലേക്ക് കയറാം. അവിടെ മമ്പറന്തങ്ങൾ താമസിച്ചു എന്ന് പറയുന്ന വീടുണ്ട്, മൂലമേഞ്ഞ വീട്. ആ വീട്ടിലേക്ക് കയറുക. അവിടെ മമ്പറന്തങ്ങളുടെ സിൽസില എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നോക്കിയാൽ ജാഫർ ഇബ്നു സാദിഖ് ആരാണെന്ന് അറിയും. സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹാശംസകൾ.